അസ്സാം വലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങോട്ടേക്കാണ് എല്ലാവരും ഇത്ര ധൃതിയിൽ പോണതെന്ന് വിചാരിക്കണില്ലേ? അതായത് ടാഷ്കൻ ഫ്ലവർ ഫെസ്റ്റ് മെയ് 1-നും 2-നും 3-നും ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞു പോയി. പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ടാഷ്കൻഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്ലവർ ഫെസ്റ്റിവൽ തന്നെയായിരുന്നു കേട്ടോ ടാഷ്കൻ ഫ്ലവർ ഫെസ്റ്റിവൽ 2025. അലീഷർ നവോയിൽ ലൈബ്രറിയുടെ ഫ്രണ്ടിലുള്ള ഒരു സ്ക്വയറിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം 2.5 മില്യൺസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആൻഡ് ഷ്രബ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ നാച്ചുറൽ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഫ്ലവർ ബഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്, നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എയ്റോപ്ലെയിനുകളായിട്ടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാറുകൾ, അതുപോലെ ഡൈനോസർ സ്കൾപ്ചേഴ്സ്, ക്യാമലിൻ്റെ സ്കൾപ്ചേഴ്സൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മല്ലികക്കൊക്കെ സ്ഥാനമുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഫ്ലവർ ഷോ എന്ന് പറയുന്നത് കുറേ റോസ് ഫ്ലവേഴ്സും അതുപോലെ ട്യൂലിപ്സൊക്കെ ആയിരുന്നു. പക്ഷെ അവരെ ഒന്നും എനിക്ക് ഇവിടെ കാണാൻ പറ്റിയില്ല. അതിൽ കുറച്ച് വിഷമം തോന്നി. പക്ഷേ സാരമല്ല, ഉള്ളത് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ നല്ല ഫോട്ടോ സോൺ ഏരിയാസ് ഉണ്ട്, അതുപോലെ ഫ്ലവർ ടണൽസ് ഉണ്ട്, അതുപോലെ ഫ്ലവർ ഇൻസ്റ്റാളേഷൻ, അതായത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ നല്ല തിരക്കിൻ്റെ ഇടയിൽ എന്ത് ഫോട്ടോ എടുക്കുക? ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു നോർമൽ ടെമ്പറേച്ചറാണ്, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ലൈവ് പെയിൻറ്റിങ്ങും നടത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് അവിടെയാണ് നമ്മുടെ പാട്ട് നടക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉള്ള ഈ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിപ്പോരുന്ന സമയത്താണ് ഈ ഒരു പാരഷ്യൂട്ട് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനും മക്കളും ഒരുപോലെ എക്സൈറ്റഡ് ആയി. കാരണം ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പാരഷ്യൂട്ട് ഇങ്ങനെ അടുത്ത് കാണുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.